നസ്രുള്ള ചത്തേ എന്ന് പറഞ്ഞിട്ട് ആഘോഷപൂരിതമാക്കുകയാണ് ഒരാളുടെ മരണം ഈ ഇസ്രായേലി ജനത എന്ന് പറയുന്നത്. അവിടുത്തെ സ്ത്രീകളായിക്കോട്ടെ, മറ്റ് ജനവിഭാഗങ്ങളായിക്കോട്ടെ, പടക്കം പൊട്ടിച്ചും എല്ലാം രീതിയിലും ആഘോഷിക്കുകയാണ് ഈ നസ്രുള്ള എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം. ലോകത്ത് തീവ്രവാദം എന്ന് പറയുന്ന ഒരു സംഗതി വ്യാപിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ഈ ഷിയ നേതാവ്, ഹിസ്ബുള്ളയുടെ നേതാവായിട്ടുള്ള ഹസൻ നസ്രുള്ള എന്ന് പറയുന്നത്. അതായത് ഏതാണ്ട് ഒരു 3 പതിറ്റാണ്ടോളം ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പിൻ്റെ ഒരു മേധാവിത്വം ഏറ്റെടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ, ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ കഴിഞ്ഞ കുറേ നാളുകളായി യുദ്ധം നടക്കുന്നു, അതിൽ വരിച്ചിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു വിജയമാണ് ഈ ഹസൻ നസ്രുള്ളയെ വധിച്ചതിലൂടെ അവർ നേടിയിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഹസൻ നസ്രുള്ളയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ? അദ്ദേഹം ഗൗതം തുടക്കത്തിൽ പറഞ്ഞതുപോലെ നസ്രുള്ള ചത്തേ. ഞാൻ അതിലൊരു കാര്യം പറയുന്നത്, ഒരു വ്യക്തി മരണപ്പെട്ടതിൽ നമ്മൾ ആഘോഷിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്നറിയാം. എങ്കിലും ഇദ്ദേഹത്തിന്റെ മരണം ആ ജനത ആഘോഷിക്കുന്നതിൽ ഒരു വലിയ, അദ്ദേഹം അത്രയും പ്രശ്നക്കാരനായതുകൊണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഒരു ശത്രു മരിച്ചാൽ പോലും നമ്മൾ ചിലപ്പോൾ സാധാരണക്കാരായ നമുക്കൊരു വിഷമം തോന്നും, നമ്മുടെ ഒരു ശത്രു മരിച്ചാൽ പോലും. പക്ഷേ ഇവിടെ ലോകത്തിൻ്റെ എല്ലായിടത്തും തീവ്രവാദത്തിൻ്റെ വിത്ത് വിതറിയ ഒരു ഭീകരനായ ഒരു നേതാവാണ് ഹസൻ നസ്രുള്ള. ഏകദേശം 32 വർഷത്തോളമായി ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ ഷിയ നേതാവ് ഈ സായുധ ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 32 വർഷം കൊണ്ട് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം തീവ്രവാദം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അത് നമ്മുടെ രാജ്യത്തെ ഏതൊക്കെ തരത്തിൽ വിഷവിത്തുകൾ പാകിച്ച് നശിപ്പിക്കും എന്നുള്ളതാണ്. ഇസ്രായേൽ വളരെ തന്ത്രപൂർവ്വമാണ് ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്തിയത്. അതായത് ഈ ബങ്കർ ബസ്റ്റർ ബോംബ്, അതായത് ഈ ഭൂഗർഭ ലെബനിലെ ജനങ്ങളോടൊക്കെ ഇസ്രായേൽ പറഞ്ഞു, നിങ്ങൾ മാറിപ്പോക്കോളൂ, നിങ്ങളെ ഞങ്ങൾക്ക് ദ്രോഹിക്കണമെന്നോ ബുദ്ധിമുട്ടിക്കണമെന്നോ ആഗ്രഹമില്ല, നിങ്ങൾ മാറിപ്പോക്കോളൂ. ജനങ്ങളെല്ലാം ഒഴിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഇവരെല്ലാം ഭൂഗർഭ അറയിലാണ്. അപ്പോൾ അവിടെ ഒരു മിസൈലിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന് ഇവരാരും പ്രതീക്ഷിച്ചില്ല. ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബ് എന്ന് പറയുന്നത് ഈ ഭൂഗർഭ അറയിലെത്തി ആ ഭൂഗർഭ അറ കണ്ടുപിടിച്ചതിന് ശേഷം പൊട്ടിത്തെറിക്കുന്ന ഒരു മിസൈലാണ്. അപ്പോൾ ആ മിസൈൽ അവിടെ എത്തി ഇതിനെ മൊത്തവും സാരമാക്കി അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ആയുധങ്ങളും കൂടി പൊട്ടിത്തെറിച്ചാണ് അവിടെ ഉണ്ടായിരുന്ന അതായത് ഈ നെതന്യാഹു US-ലേക്ക് ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഇദ്ദേഹം പോയപ്പോൾ ഇവരൊക്കെ വിചാരിച്ചത് നെതന്യാഹു പോയി, ഇനി ഒന്നും സംഭവിക്കില്ല, അതെ ആക്രമിക്കാമെന്നാണ്. പക്ഷെ നെതന്യാഹു കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് പോയത്. അദ്ദേഹത്തിന്റെ ഈ ഇന്റലിജൻസ് വിഭാഗം, അതായത് മൊസാദ് കൃത്യമായ നസ്രുള്ള എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്തി അദ്ദേഹത്തെ കൃത്യമായ പ്ലാനിങ്ങോട്, ഒരു ലൂപ്പോൾ പോലും രക്ഷപ്പെടാൻ കൊടുക്കാതെയാണ് വധിച്ചത് എന്നുള്ളത്. സത്യത്തിൽ ലോകത്തിന് തന്നെ അഭിമാനിക്കാം. കാരണം എവിടെയും ഇരുന്ന് തീവ്രവാദ ശക്തികൾ അവർക്കൊന്നും നോക്കാനില്ല. അവർക്ക് കുടുംബം നോക്കണ്ട, അല്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷ നോക്കണ്ട, മറ്റുള്ളവരുടെ സഹതാപം അല്ലെങ്കിൽ കണ്ണുനീര്, ഇതൊന്നും ഇവരുടെ ഒരു വേദനയേ അല്ല. ഇവർക്ക് ജനങ്ങളെ കൊല്ലണം, ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, ഇവരുടെ മതങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ച് അവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഹസൻ നസ്രുള്ളയെ സംബന്ധിച്ചിടത്തോളം 1992 ഫെബ്രുവരി മുതലാണ് ഇതിന്റെ നേതാവായി തലപ്പത്തെത്തുന്നത്. ലെബനിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച സായുധ ഗ്രൂപ്പിനെ രാഷ്ട്രീയ കക്ഷിയായും പ്രാദേശിക ശക്തിയെയും വളർത്തിയെടുത്തത് ഈ മഹാനായ തീവ്രവാദ നേതാവാണ്. 64 വയസ്സുണ്ട്. ഈ 64 വയസ്സിൻ്റെ ഇടയ്ക്ക് ഇയാൾ ചെയ്തു കൂട്ടിയ മഹാപാപങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഗൗതം. കുറേ ജനങ്ങളെ ദ്രോഹിക്കുന്നു, ഒരു രാജ്യത്തെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട്, അതായത് ഇറാനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇസ്രായേലിനോടൊപ്പം 6 യുദ്ധങ്ങൾ, ഇസ്രായേലിനെതിരെ നിരവധി യുദ്ധങ്ങൾ ഈ ഹിസ്ബുള്ള നയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ലെബനനിൽ യുദ്ധത്തിന് പുറപ്പെടാനോ സമാധാനത്തിന്റെ വെള്ളക്കൊടി വീശാനോ അധികാരമുള്ള ഏക നേതാവ് കൂടിയാണ് ഈ ഹസൻ നസ്രുള്ള എന്ന് പറയുന്നത്. മാത്രമല്ല 2006 ഇയാൾ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ഇയാളെ യുദ്ധത്തിൽ കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്ത
പുറത്തു വന്നിരുന്നു. പിന്നീട് ഇയാൾ അതീവ ശക്തിയോടുകൂടി തിരിച്ചു വന്നു. പക്ഷേ ഇപ്പോഴത്തെ വാർത്ത നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണ്. കാരണം നെതന്യാഹുവിൻ്റെ പ്ലാനിങ് എങ്ങനെയാണ് അത് കൃത്യമായി പ്ലാൻ ചെയ്ത് ഡു ഇറ്റ് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഹിസ്ബുള്ളയുടെ ആസ്ഥാനങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്, അപ്പോൾ ഇനി എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ US-ലെ പിന്നെ ഒരു ഹോട്ടലിൽ ഇവർ അടിയന്തര ക്യാബിനറ്റൊക്കെ കൂടി ചർച്ചകളൊക്കെ നടത്തി. അപ്പോൾ ഇനി എന്താണ് ഹിസ്ബുള്ള ഹസൻ നസ്രുള്ള ഇരിക്കുന്ന സ്ഥലം ഞങ്ങൾ കണ്ടെത്തി, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഡു ഇറ്റ് എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ നസ്രുള്ള അങ്ങനെ ചില്ലറക്കാരനൊന്നും അല്ല. തവിട് പൊടിയാക്കിയ നസ്രുള്ള അതിശക്തനായ ഒരു ഭീകര നേതാവ് തന്നെയാണ്. ഭീകരവാദികളുടെ വിത്തുകൾ ഓരോ സ്ഥലത്ത് മുളപ്പിച്ച ആളുകളെ അതെ ലോകത്തെ പോലും റിക്രൂട്ട് ചെയ്യിപ്പിക്കുന്ന ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്തെ ചെറുത്ത് നിൽക്കണമെങ്കിൽ അയാൾ ചില്ലറക്കാരനല്ല എത്തതുകൊണ്ടാണ്. കാരണം അയാളെ വധിക്കാൻ ഇത്ര വലിയ പ്ലാനിങ് ഇസ്രായേൽ തയ്യാറാക്കണമെങ്കിൽ ഇത്ര വലിയ യോഗങ്ങൾ ചേർന്ന് ഇന്റലിജൻസ് ഇപ്പോൾ മൊസാദ് പോലുള്ള ചാര സംഘടന കൃത്യമായി ഹസൻ നസ്രുള്ള ഇരിക്കുന്നിടം കണ്ടുപിടിച്ച് അത് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അത് കൃത്യമായി ആ ലൂപ്പോളുകളൊക്കെ അടച്ചുകൊണ്ട് കൃത്യമായി നീങ്ങണമെങ്കിൽ ഹസൻ നസ്രുള്ള ചെറിയ പുള്ളിയൊന്നുമല്ല. അദ്ദേഹം കൃത്യമായി തീവ്രവാദ ശക്തികളെ ഏത് രീതിയിൽ നിയന്ത്രിക്കണം, ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, തീവ്രവാദത്തെ എങ്ങനെ ലോകം മുഴുവൻ പടർത്താം എന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോയ ഒരു നേതാവാണ്. എനിക്ക് തോന്നുന്നു ഇറാൻ മാത്രമേ കരഞ്ഞ് നിലവിളിക്കൂ ഇയാളുടെ മരണത്തിൽ, അല്ലെങ്കിൽ തീവ്രവാദ ശക്തികൾ മാത്രമേ കരഞ്ഞ് നിലവിളിക്കൂ. അയ്യോ ഞങ്ങളുടെ നേതാവ് മരിച്ചു പോയല്ലോ, ഇസ്രായേലിനെ ഞങ്ങൾ വെറുതെ വിടില്ല, ഇനി ഹൂത്തികളാണ് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്താൻ പോകുന്നത്, നെതന്യാഹുവിനെ പോലും ഞങ്ങൾ ബാക്കി വെച്ചേക്കില്ല. നെതന്യാഹുവിന് അതിനിടയ്ക്ക് ഒരു ആക്രമണമൊക്കെ ഉണ്ടായി, ഭീഷണിയൊക്കെ ഉണ്ടായി. അപ്പോൾ എക്സിൽ തന്നെ ഇപ്പോൾ ഇറാനിലെ നേതാവ് ആയത്തുള്ള ഖമേനി അങ്ങനെയൊന്നും തകർക്കാൻ പറ്റില്ല, സയനിസ്റ്റുകൾ വലിയവരല്ല, ഞങ്ങളുടെ മുന്നിൽ നിങ്ങൾ വെറും ചെറിയ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളും പ്രസ്താവനകളും ഒക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഇവർക്കറിയാം ഇസ്രായേലിന് മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം. കാരണം 2023 ഒക്ടോബർ 7 ലെബനിലേക്കുള്ള കടന്നാക്രമണത്തിൽ തുടങ്ങിയതാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ ആയുള്ള ഈ യുദ്ധ ചൊരിച്ചിൽ. അപ്പോൾ അടുത്തതാ ഒക്ടോബർ 23 ആകാൻ പോകുന്നു. സെപ്റ്റംബർ അവസാനത്തോടു കൂടി അതിൻ്റെ തലവനെ തന്നെ വധിച്ചിരിക്കുന്നു. ഒരു വർഷം ആകുന്നതിന് മുൻപ്, യുദ്ധം തുടങ്ങി ഒരു വർഷം ആകുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ തലവനെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മുന്നോടിയായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ വച്ചേക്കില്ല, ബന്ദികളെ മോചിപ്പിക്കുന്നത് വരെ യുദ്ധം ഒരു തരത്തിലും അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് നെതന്യാഹു പല ആവർത്തി വാണിംഗ് കൊടുത്തു. എന്നിട്ടും ഞങ്ങളെ തകർക്കാൻ, ഞങ്ങളെ തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പേജർ പൊട്ടിത്തെറിയും വാക്കി ടോക്കി പൊട്ടിത്തെറിയും ഒക്കെ ഒരു സാമ്പിളാണ്. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ആശയവിനിമയ സംവിധാനങ്ങളും ഞങ്ങൾ കണ്ടെത്തി, ഞങ്ങളത് കൃത്യമായി നിങ്ങളെ തകർക്കാൻ ഉപയോഗിച്ചിരിക്കും എന്ന് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷമാണ്. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ഒരു ബോംബിട്ടതോ ഒരു മിസൈൽ അയച്ചതോ അല്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ ആയുധങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എവിടെയാണ് രഹസ്യ യോഗങ്ങൾ കൂടുന്നത്, നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ നിങ്ങളെ തീർക്കാൻ, വേരോടെ പിഴുതെറിയാൻ വരൂ എന്ന് കൃത്യമായി മുന്നറിയിപ്പ് നൽകിയതിന് ശേഷമാണ് ഇസ്രായേൽ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിനി നിലവിളിച്ചിട്ടോ കരഞ്ഞു മെഴുകിയിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല. അതായത് തീവ്രവാദത്തെ വച്ചുപറപ്പിക്കില്ല എന്നുള്ളത് എല്ലാ രാജ്യങ്ങളുടെയും, അതായത് ഒരു രാജ്യത്തെ ജനങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ ഭരണാധികാരികളുടെയും തീരുമാനമാണ്. അല്ലേ? അത് ശരിയല്ലേ? ശരിയാണ്. ഹസൻ നസ്രുള്ള കൊല്ലപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്ന് ഇസ്രായേലിന് വ്യക്തമായതിനു ശേഷമാണ് അദ്ദേഹത്തെ വധിച്ചിരിക്കുന്നത്. അദ്ദേഹം അത്രമാത്രം വൃത്തികെട്ട പരിപാടിയാണ് ലോകത്ത് മുഴുവൻ വ്യാപിപ്പിക്കുന്നത്. ശരിയാ. അപ്പം 64-കാരനായ അദ്ദേഹം ഇപ്പം മരണപ്പെട്ടിരിക്കുന്നു. ഇപ്പം ഇസ്രായേലിന്റെ IDF ഇപ്പം വ്യക്തമാക്കിയിരിക്കുന്നത് ലോകത്തിന് തീവ്രവാദം വിതയ്ക്കാൻ ഹസൻ നസ്രുള്ളയില്ല. അത് ഏറെ സന്തോഷത്തോടെയാണ് അവർ പറയുന്നത്. ഒരു മരണത്തിൽ എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ സന്തോഷിക്കുന്നത് ഇത്തരം നേതാക്കൾ മരിക്കുമ്പോഴായിരിക്കും. ഭീകരർ പല ഭാഗത്തു നിന്നും ഒരു രാജ്യത്തെ തകർക്കാനായി നടത്തുന്ന ശ്രമങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇസ്രായേൽ അതിൻ്റെ ഒരു സൂചനയാണ്. ഇനി ആരിതിൻ്റെ തലപ്പത്ത് വന്നാലും
വരാതിരിക്കില്ല. ഭീകരരല്ലേ അവർ. ഒത്തുകൂടാനും അവരുടെ സ്ഥലങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് ശക്തി പ്രാപിക്കാനും ഒക്കെ വലിയ സമയം വേണ്ട. കാരണം പണം കൊടുത്ത് റിക്രൂട്ട് ചെയ്യിപ്പിക്കുന്ന നമ്മൾ ഒട്ടനവധി കണ്ടിട്ടുള്ളതാണ്. ഈ തീവ്രവാദത്തിലേക്ക് ആളുകൾ വരുന്നത് തന്നെ അങ്ങനെയല്ലേ, സ്വയം പൊട്ടിത്തെറിക്കുക, പണം, ആ രീതിയിലേക്ക് അവരുടെ മനസ്സിനെയൊക്കെ മാറ്റി എടുക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് വന്നാലും ഞങ്ങൾക്ക് ആ തീവ്രവാദത്തെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുക, വളർത്തുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. അപ്പോൾ ഇവരാരും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരോ അല്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരോ അവിടുത്തെ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരോ ഒന്നുമല്ല. ഇവരൊക്കെ തീവ്രവാദത്തെ വളർത്തിയെടുക്കാൻ പ്രവർത്തിച്ചവരാണ്. അപ്പോൾ അവരെ ഇനി വേണ്ട. ആ നേതാവിനെ തന്നെ 10-11 പേരാണ് ഇസ്രായേലിന്റെ ലിസ്റ്റിലുള്ളത്. ആ 11 പേരെ ഓരോരുത്തരെയായാണ് വധിച്ചു കൊണ്ടുവന്നത്. അതിൽ 10ാമത്തെ ആളാണ് ഹസൻ നസ്രള്ള. ഇനി കൂടെ ഉള്ളൂ. അവന്റെ കാര്യം എന്തായാലും സ്വാഹ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും വിവരമില്ലാത്ത ഒരു തീവ്രവാദ ശക്തിയെ അല്ലെങ്കിൽ സംഘടനയെ ഞാൻ കണ്ടിട്ടില്ല. കാരണം നെതന്യാഹുവിനെയൊക്കെ ഇല്ലാതാക്കുമെന്നൊക്കെ പറയാനുള്ള എന്ത് വിവരക്കേടാണ് ഇവരൊക്കെ പറയുന്നത്. കാരണം ഇവർ ഇരിക്കുന്നിടത്ത് പോയാണ്. കാരണം ഇപ്പോൾ ഹിസ്ബുള്ള വിചാരിച്ചിരുന്നത് ഈ വലിയ വലിയ കെട്ടിടങ്ങൾ തകർക്കാനുള്ള മിസൈലുകൾ മാത്രമേ ഇസ്രായേലിൻ്റെ കയ്യിലുള്ളൂ എന്ന്. പക്ഷേ ഭൂഗർഭ അറകൾ അവിടെ ചെന്ന് ബങ്കർ ബസ്റ്റർ പോലുള്ള മിസൈലുകൾ, ബോംബുകൾ ഇവരുടെ കയ്യിലുണ്ട് എന്ന് അറിയുന്നതിന് മുൻപേ, ആ ചിന്ത വരുന്നതിന് മുൻപേ പൊട്ടിത്തെറിച്ച് പോയി എന്നുള്ളതാണ്. ഇനി അതെ, കറക്റ്റ് അത് തന്നെയാണ് നെതന്യാഹു പറഞ്ഞത്. ഇനി 72 ഹൂറികളും ഒക്കെ ആയിട്ട് നരകത്തിൽ പോയിരുന്ന് സുഖവാസം. അപ്പൊ എന്തായാലും ഒരു മഹാ അലംബനായിട്ടുള്ളൊരു തീവ്രവാദി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, തീർച്ചയായിട്ടും സന്തോഷം രേഖപ്പെടുത്തുന്നു എന്നാണ് പറയേണ്ടത്. പക്ഷെ വേണ്ട, നമുക്കൊരു ദുഃഖം രേഖപ്പെടുത്തി. മനുഷ്യനാണ്. അതെ.